ദയാവധം ഇന്ത്യയിൽ നിയമവിധേയമാകാൻ പോകുന്നു. ദയാവധം എല്ലാവർക്കും അറിയാം. ദയാവധം 2 തരത്തിലുണ്ട്. സക്രിയ ദയാവധവും ഉണ്ട്, നിഷ്ക്രിയ ദയാവധവും ഉണ്ട്. അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം. സക്രിയ ദയാവധം എന്ന് പറഞ്ഞാൽ ഒരു വേദന അനുഭവിക്കുന്ന ആളിന് വിഷം പോലുള്ള എന്തെങ്കിലും ഇൻജക്ട് ചെയ്ത് അയാളെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതാണ് സക്രിയ ദയാവധം. പക്ഷേ ലോകത്ത് ഒരു രാജ്യത്തും അത് അനുവദനീയമല്ല. നിഷ്ക്രിയ ദയാവധം എന്ന് പറയുന്നത് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്, ഡോക്ടർമാർ വിധി എഴുതിയതാണ്. പക്ഷേ അയാളെ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോയാണ്. എങ്ങനെ? വെന്റിലേറ്റർ പോലുള്ള കൃത്രിമ ജീവൻ നിലനിർത്താനുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി. പക്ഷേ അയാള് ആ വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയോ, പക്ഷെ ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനുള്ള ശാരീരിക അവസ്ഥയിലോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടിയോ ഡോക്ടേഴ്സിന്റെ ഒരു ബോർഡ് പരിശോധിച്ചതിന് ശേഷം അയാളുടെ ഈ വെന്റിലേറ്റർ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത് അയാൾ മരണത്തിലേക്ക് പോകും. അതിനെയാണ് നിഷ്ക്രിയ ദയാവധം എന്ന് പറയുന്നത്. ഈ നിഷ്ക്രിയ ദയാവധം ലോകത്തിലെ പല രാജ്യങ്ങളിലും അനുവദനീയമാണ്. ഇന്ത്യയിലും 2018 സുപ്രീം കോടതി അത് അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 20 വരെ നമ്മളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുകയാണ്.